ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് മട്ടനെ കൊണ്ട് നല്ലൊരു അടിപൊളി കറി റെഡിയാക്കിയാലോ. മട്ടൻ ഷാഹി കുർമ. അപ്പോൾ ഇതെന്താ പറയുക, ഭയങ്കര ടേസ്റ്റിയും നല്ല ഈസി ആയിട്ടുള്ള സൂപ്പർ കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തൊന്ന് പൊടിക്കാനുള്ളതാണ്. പിന്നെ എന്തെല്ലാം നോക്കാം. ഒരു 3-4 കാശ്മീരി ചില്ലി, പിന്നെ ഒരു 3 ഏലക്കായ്, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യൂമിൻ സീഡ്, പിന്നെ 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം നല്ലോണം ഒന്ന് ചൂടാക്കി ഒന്ന് എന്താ പറയുക, ചൂട് പോയി കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പൊടിച്ച മസാല കുറച്ച് നാളെല്ലാം നമുക്കിങ്ങനെ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനെല്ലാം പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒരു ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി പാനിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊരു 2 വലിയ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ഗോൾഡൻ എന്താ പറയുക, ബ്രൗൺ കളറാകുമ്പോൾ എല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ഇതെല്ലാം പിന്നീട് എന്താ പറയുക അരച്ചെടുക്കുന്നതാണ്. അങ്ങനെ ഇതാ ഉള്ളിയും ഫ്രൈ ആക്കി എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി സെയിം പാനിലോട്ട് കുറേ അധികം ഓയിലുണ്ടെങ്കിൽ കുറച്ച് മാറ്റുക. എന്നിട്ട് ഒരു ബേ ലീഫ്, ഒരു ഗ്രാമ്പു, ഒരു പട്ട, ഒരു ഏലക്കായ് ഇത് ഇട്ടിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മൂപ്പിക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഇത് നല്ലോണം ഒന്ന് എന്താ പറയുക ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ വെക്കണം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുമ്പോൾ ഇതിൽ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടനും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ആ ഒരു മസാലപ്പൊടിയും മട്ടനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഇളക്കി. പിന്നെ ഞാനിപ്പോൾ ഇത് കുക്കറിലിട്ടിട്ട് വേവിക്കുന്ന മട്ടന് കുറച്ച് വേവാൻ പണിയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വീശുന്ന പെട്ടെന്ന് കുക്കറിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അത് കുക്കറിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചൂടുവെള്ളം ഒഴിക്കുന്നു കേട്ടോ. എന്നിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം. പിന്നെ മിക്സിൻ്റെ ചെറിയ ജാറിലോട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും അതും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് മട്ടനെല്ലാം വെന്ത് കഴിഞ്ഞ് ഞാനത് വീണ്ടും ഒരു പാനിലോട്ട് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള എന്താ പറയുക ഉള്ളി തൈര് ഇതുണ്ടല്ലോ നട്ട്സ് അതും കൂടി ഇട്ട് കൊടുക്കുക. ജാറിൽ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. ലാസ്റ്റ് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. എന്നിട്ടെല്ലാം നല്ലോണം ഇളക്കുക. എന്നിട്ട് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. എല്ലാം കറക്റ്റ് എല്ലാം ഉണ്ടോ എന്ന് നോക്കി എല്ലാം വീണ്ടും ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് ഇളക്കി എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ച് എന്താ പറയുക ഒന്ന് പിന്നെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം നല്ല ആ ഒരു മസാലേൻ്റെ നല്ല സ്മെല്ലെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഷാഹി മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.